അതും കൂടി ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് കർത്താവിന് നന്ദി കരേറ്റുന്നു. നല്ല ആരാധന കർത്താവ് നമുക്ക് നൽകി തന്നല്ലോ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വിഷയം പ്രത്യേകാൽ പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ടക്കടവിലായിരിക്കുന്ന സേവിയങ്ങളുടെ മോന് സിനോജ്, നമുക്കറിയാം അവന് യൂറോപ്പിലാണ്. പക്ഷെ ജോലിക്ക് വേണ്ടി പോയെങ്കിലും തന്നെ പെർമിറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പെർമിറ്റ് കിട്ടാതെ തനിക്ക് ജോലിയിൽ പ്രവേശിക്കാനും കഴിയത്തില്ല. വളരെ ഭാരത്തോടെ പോയ കുഞ്ഞായിരിക്കുന്നു. നമ്മുടെ കരങ്ങൾ കോർത്തുകൊണ്ട് തനിക്ക് വേണ്ടി ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാ കരങ്ങളും ഒന്ന് കോർത്ത് പിടിച്ചേ. ഞങ്ങളുടെ കർത്താവേ, നിൻ്റെ മക്കൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആ വിഷയം അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. സ്വർഗ്ഗം അത്ഭുതം ചെയ്യണമേ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നപ്പാ, ഇനി പ്രാർത്ഥിക്കുവാൻ ആ വിഷയത്തിൽ ഞങ്ങളോട് പറയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കരം ആ വിഷയത്തിൻ്റെ മേൽ ചലിക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവം അത്ഭുതം ചെയ്യണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം അങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇത്രയും സമയം നാം ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന തിരുവചന ദൂതിനെ കർത്തുകരങ്ങളിൽ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിക്കാം. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അവന്റെ സകല അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ആ വാക്യം കണ്ടിട്ട് വായിക്കാൻ മടിച്ചതാണോ? ഹല്ലേലൂയ. കുറച്ചുകൂടി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. 3 പുത്രിമാരും ഉണ്ടായിരുന്നു. മതി, ഇതാ നമ്മുടെ പ്രസംഗ വിഷയം. ആമേൻ. അവന് 7 പുത്രന്മാരും. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തുനിന്ന് നമ്മൾ അല്പസമയം ദൈവവചനം ചിന്തിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വിശുദ്ധ വേദ പുസ്തകത്തിലെ 1ാമത് എഴുതപ്പെട്ട പുസ്തകമാണ് യോബിന്റെ പുസ്തകം, അല്ലേ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇതിനകത്തുണ്ടെങ്കിലും ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ഉൽപ്പത്തിയോ പുറപ്പാടോ ലേവിയോ സംഖ്യ ആവർത്തനം ഒന്നുമല്ല. ആദ്യം എഴുതിയത് യോബിൻ്റെ പുസ്തകമാണ്. കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറ. പ്രിയ പുതിയ പേരെ കർത്താവ് കൊണ്ടുവന്നതിനായി സ്തോത്രം. ദൈവം ഐസോടെ ആരോഗ്യത്തോടെ നിർത്തിയല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. അപ്പോൾ യോബിൻ്റെ പുസ്തകം നമുക്കറിയാം, ഒരുപാട് നമ്മെ ബലപ്പെടുത്തുന്ന, ഒരുപാട് പ്രസംഗം കേട്ടിട്ടുള്ള, ഒരുപാട് യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും പ്രസംഗം കേൾക്കുകയും ബലപ്പെടുകയും ചെയ്ത കുഞ്ഞുങ്ങളാണ് നമ്മളെല്ലാവരും. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് യേശു കഷ്ടം അനുഭവിച്ചതുപോലെ വേറെ ഒരു മനുഷ്യനും കഷ്ടം അനുഭവിച്ചിട്ടില്ല. യേശുവിൻ്റെ കഷ്ടതയ്ക്ക് പകരം വെക്കാൻ ഒരു മനുഷ്യൻ്റെ കഷ്ടതയുമില്ല. ഒരാമയും പറയാമോ? നമ്മുടെ യേശു കർത്താവ് അനുഭവിച്ച വ്യഥ, അവൻ്റെ വേദന ഓർത്താൽ യേശു അനുഭവിച്ചതുപോലെ വേദന അനുഭവിച്ച മറ്റാരും മാനവകുലത്തിൽ ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചു വരുമ്പോൾ യേശുവിനെ കഴിഞ്ഞ്, അഥവാ യേശുവിനെ മാറ്റി നിർത്തിയാൽ, മനുഷ്യനായി മാനവകുലത്തിൽ പിറന്ന മനുഷ്യാവതാരമെടുത്ത യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ ഇയ്യോബിനെ പോലെ കഷ്ടം അനുഭവിച്ച വേറൊരു മനുഷ്യനെ നമുക്ക് എടുത്തു പറയാനുണ്ടാകത്തില്ല. അപ്പൊ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടതയും ഭക്തനായ ഇയ്യോബ് അനുഭവിച്ച കഷ്ടതയും തമ്മിൽ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ, യേശു ദൈവത്വത്തിൽ വന്ന് മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ ഈ ലോകത്തിൽ വന്നവൻ കഷ്ടം സഹിച്ചു എന്നുള്ളത് മാറ്റിവെച്ചാൽ,
യോബിനെ പോലെ കഷ്ടം സഹിച്ച ഒരു മനുഷ്യൻ ഉലകത്തിൽ വേറെയില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ യേശു അനുഭവിച്ച കഷ്ടം എന്താ? യേശുവിന്റെ കഷ്ടത്തിന്റെ കാഠിന്യമൊന്ന് നോക്കിക്കേ. യേശു ഫേസ് ചെയ്ത വിഷയങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ. യേശുവിന്റെ ശുശ്രൂഷയിൽ യേശുവിനെ നോക്കിക്കൊണ്ട് ആളുകൾ പറഞ്ഞൊരു പദമുണ്ട്, ഭൂതം. എന്താണ് ഭൂതം? എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ടൊരു മനുഷ്യൻ പറയാണ്, നീ ഭൂതമാണ് എന്ന് പറഞ്ഞാൽ അവൻ തമാശക്ക് പറഞ്ഞതാണെങ്കിൽ പോലും 2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മിൽ അത് വെളിപ്പെടും, അല്ലേ? യേശുവിനെ മുഖത്ത് നോക്കി അവർ വിളിച്ചു, നിനക്ക് ഭൂതമുണ്ടോ? നീ ഭൂതമാണ്. എന്നിട്ടും പോരാ, ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂല നീ. ആലോചിച്ച് നോക്കി. അവരോട് ആരോടും യേശു ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഭൂതമെന്ന് വിളിച്ചത് പോരാഞ്ഞിട്ട് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലെന്ന് വിളിച്ചു. എന്നിട്ടും യേശു മിണ്ടിയില്ല. 2, അങ്ങനെ ഒരു കഷ്ടത നമ്മൾ ആരും സഹിച്ചിട്ടില്ല. നമ്മളെ നോക്കിക്കൊണ്ട് ആരും ഇന്നുവരെ ഭൂതമെന്ന് വിളിച്ചിട്ടില്ല. നമ്മെ നോക്കിക്കൊണ്ട് ആരും ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂല നീ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ യേശു അത് അനുഭവിച്ചു. യേശു സ്വന്തത്തിലേക്ക് വന്നെന്ന് യോഹന്നാൻ സുവിശേഷം പറയുന്നു. സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. 4 സുവിശേഷങ്ങൾ ആവർത്തിച്ച് പഠിച്ചാൽ യേശുവിന്റെ സ്വന്തം സഹോദരങ്ങളായി യോസേ, യൂദ, യാക്കോബ് എന്ന് പറയുന്ന സഹോദരന്മാർ പോലും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം വരെ യേശുവിനെ അവർ വിശ്വസിച്ചിരുന്നില്ല. കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ അപ്പനും മക്കളും അടങ്ങുന്ന കുടുംബത്തിനകത്ത് വിവാഹം ക്ഷണിച്ചാൽ ഒറ്റ വിളിക്കകത്തെല്ലാം ചെല്ലണം. പക്ഷെ യേശുവിനെയും ശിഷ്യന്മാരെയും സെപ്പറേറ്റ് വിളിച്ചു. കാരണം ആ സമയത്ത് ടോട്ടലി ഫുള്ളായിട്ട് യേശു ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മറിയ പറയുന്ന ആദർശങ്ങൾക്കൊന്നും യേശുവിന്റെ സ്വന്തം സഹോദരന്മാർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിലൂടെ ഒരു വാള് കിടക്കുന്ന ഇവൻ ദൈവപുത്രനാണെന്നും അത്യുന്നതന്റെ ദാസനാണെന്നും ഒക്കെ ഉള്ള വെളിപ്പാട് യേശു കർത്താവിനെ കുറിച്ച് അമ്മ പറഞ്ഞെങ്കിലും സ്വന്തം സഹോദരങ്ങൾ പറഞ്ഞല്ല, കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങളുടെ അപ്പനായ ജോസഫിന്റെ കൂടെ മരപ്പണി ചെയ്ത് തച്ചം പണി ചെയ്ത ഇവൻ ഒരിക്കലും ദൈവപുത്രനെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കഴിഞ്ഞ കാലങ്ങളൊക്കെയും ഈ കാലങ്ങളിലെല്ലാം ഈ ദേശത്ത് നടന്ന് പക്ക കാർപ്പൻ്ററായി, മരപ്പണിക്കാരനായി, ഒരു തച്ചനായി വേല ചെയ്ത ഇവനാണോ മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ വന്നത്? ഇവനാണോ യഥാർത്ഥത്തിൽ ദൈവപുത്രൻ? ഇല്ലില്ല, ഞങ്ങളത് അനുകരിക്കത്തില്ല, ഞങ്ങൾ അനുസരിക്കത്തില്ല, ഞങ്ങൾ അവനെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഭൂതമെന്ന് വിളിച്ചു, ഭൂതങ്ങളുടെ തലവനെന്ന് വിളിച്ചു. സഹോദരന്മാരെല്ലാം അവനെ ഒറ്റപ്പെടുത്തി. ഒടുവിൽ യേശു പറഞ്ഞു, പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എത്ര അധികം. പ്രതീക്ഷിച്ച ഒരിടത്തൊന്നും യേശുവിന് നന്മ കിട്ടിയില്ല. വ്യാഴാഴ്ച ഹോസന്ന പാടി വെള്ളിയാഴ്ച ക്രൂശിക്കാൻ പറഞ്ഞു. വ്യാഴാഴ്ച ഹോസന്ന പാടിയത് 10,000-ങ്ങളാ. എന്നാൽ വെള്ളിയാഴ്ച ക്രൂശിക്കാൻ പറഞ്ഞത് ലക്ഷങ്ങളാ. നിമിഷ നേരം കൊണ്ട് യേശുവിനെതിരെയുള്ള കഷ്ടതയുടെ ചുരുളുകൾ അഴിക്കപ്പെട്ടു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എന്നിട്ടും തീർന്നില്ല. യേശുവിന്റെ കഷ്ടതയുടെ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഗതസമന തോട്ടത്തിൽ നിന്നും പിടിച്ചോണ്ട് പോയി വലിച്ചിഴച്ച്, ചങ്ങല കൊണ്ട് വലിച്ചിഴച്ച് കൊണ്ടുപോയി അർദ്ധരാത്രിയിൽ പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൊണ്ടുവന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. റോമൻ ചരിത്രവും യഹൂദ ചരിത്രവും വെച്ച് നോക്കിയാൽ രാത്രിയിൽ കോടതി വിധി അനുവദനീയമല്ല. എന്നിട്ടും അവർ ക്രൂശിക്കാൻ കാര്യങ്ങൾ മുന്നമേ ചെയ്ത് രാത്രിയിൽ ചെന്ന് പീലാത്തോസിനെ തട്ടി ഉണർത്തി,
നേരം വെളുക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യാൻ അവന് പറ്റാവുന്ന രീതിയിൽ ചെയ്തു. പക്ഷെ കേവലം പീലാത്തോസിന്റെ ഭാര്യയ്ക്കൊരു ദർശനം ഉണ്ടായി, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു ഇത് വാസ്തവത്തിൽ നീതിമാനാണ്, ദൈവപുത്രനാ. പീലാത്തോസിന് എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് ഒഴിയണം. അതിനൊരു കാര്യം ചെയ്തു. നിങ്ങൾ അറിയണം കേട്ടോ, തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ അടിക്കുന്ന പതിവ് റോമാക്കാർക്കില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ ആരും ചാട്ടവാറ് കൊണ്ട് അടിക്കത്തില്ല. തൂക്കിക്കൊല്ലാൻ വിധിച്ചവനെ ചാട്ടവാറ് കൊണ്ട് തല്ലിയിട്ടല്ല കൊല്ലുന്നത്, കാരണം നേരെ കൊണ്ടുപോയി ക്രൂശിക്കുക ചെയ്യുന്നത്. പീലാത്തോസിന് എങ്ങനെയെങ്കിലും ഇവനെ രക്ഷിക്കണം എന്നുള്ള ഒരു മനസ്സിൽ ഒരു ആശയുണ്ടായതുകൊണ്ട് പുള്ളി തന്നെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തു. 1 പ്രാവശ്യം അടിച്ചിട്ട് വിട്ടേക്കാൻ പറഞ്ഞു. രക്ഷിക്കാൻ ഒരു മാർഗം കണ്ടെത്തിയതാ. ക്രൂശിക്കാതെ കൊല്ലാതെ ഇവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തന്റെ ഭാര്യ പറഞ്ഞ നീതിമാന്റെ കടുത്ത ഇവിടെ കിടക്കുക. രക്ഷപ്പെടുത്താൻ പീലാത്തോസ് കണ്ടുപിടിച്ച മാർഗം 139 പ്രാവശ്യം അടിച്ചിട്ട് വിട്ടേര്. അകത്തോട്ട് കൊണ്ടുപോയി. നിങ്ങൾ ശ്രദ്ധിച്ചേ, അടിക്കാൻ കൊണ്ടുപോയി. ഒരു ചമ്മട്ടിയും അതിനറ്റത്ത് തൂങ്ങുന്ന 5 ഈയക്കട്ടിയും, 5 ഈയക്കട്ടിയിൽ ഓരോ കട്ടിക്കകത്ത് ഈ 2 കൊളുത്തുകളും 4 ഇഞ്ച് നീളത്തിലെ കൊളുത്തുകൾ വിഷമുള്ളത്തിൽ മുക്കി വസ്ത്രം വലിച്ചൊഴിഞ്ഞ് റാബോലെ കൽത്തളത്തിൽ കൊണ്ടുപോയി നിർത്തി. ദൃഢഗാത്രന്മാർ ആഞ്ഞാഞ്ഞടിക്കാൻ തുടങ്ങി 2 വശത്തും. ഓരോ അടിയുടെ ശക്തി എന്ന് പറയുന്നത് ഉദരത്തിൽ ചെല്ലുന്ന ശക്തിയാണ്. ചുറ്റിപ്പിടിക്കുന്ന ചമ്മട്ടി ശരീരത്തിൽ മുഴുവൻ കോർത്തുപിടിച്ചു വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിന് മാംസപിണ്ഡങ്ങൾ വലിച്ചു കീറി തള്ളുമായിരുന്നു. എന്നിട്ടും സ്തോത്രത്തിൽ അവൻ ജാഗരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ അടിയെല്ലാം കഴിഞ്ഞു മറിച്ചിട്ടു, തിരിച്ചിട്ടു. 39 പ്രാവശ്യം മൃഗീയമായി തല്ലി. എന്നിട്ട് കൽത്തളത്തിലേക്ക് ഒരു രക്തം ധാരയായ ചുവന്ന തുണി ധരിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് പീലാത്തോസിനെ കൽത്തളത്തിൽ നിർത്തിയപ്പോൾ ഈ താഴെ നിൽക്കുന്നവർ ചോദിച്ചു, ഇതാരാ? പീലാത്തോസിന്റെ അടുക്കം നിൽക്കുന്നത് ഇതാരായി നിൽക്കുന്നേ? പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ യേശു. അങ്ങോട്ട് പോയത് ഇങ്ങനെയല്ല. അങ്ങോട്ട് പോയത് വളരെ ശരീരമുള്ള, ആരോഗ്യമുള്ള, 10,000ങ്ങളിൽ അതിസുന്ദരനായ, സൂനേങ്കാത്തിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ ഒരു മനുഷ്യന് വർണ്ണിക്കാൻ കഴിയാത്ത പവിഴ നിറമുള്ള സൂര്യന് തുല്യമായ ഒരുവനല്ലേ അകത്തോട്ട് പോയത്. പുറത്തോട്ട് വന്നു നിൽക്കുന്നു. കണ്ടാലോ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി നിൽക്കുന്നു. കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു, ഇതാ നിങ്ങൾ പറഞ്ഞ ക്രിസ്തുവാണ് ഈ നിൽക്കുന്നത്. ഒറ്റ മനുഷ്യന് മനസ്സിലായില്ല. കേറിപ്പോയ തമ്പുരാനല്ല തിരിച്ചു വന്നത്, കേറിപ്പോയവനല്ല അവർ തിരിച്ചു കണ്ടത്. നിമിഷങ്ങൾക്കകം പിശാചി ജനത്തിന്റെ ചിന്ത മാറ്റി. അടുത്ത ദൂത് കേൾക്കണോ? ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക. പീലാത്തോസ് ചങ്കത്ത് കൈവച്ചു, ദൈവമേ, ക്രൂശിക്കുന്നവനെ അടിക്കാൻ പാടില്ല, ക്രൂശിക്കുന്നവനെ അടിക്കേണ്ട ആവശ്യമില്ല, ക്രൂശിച്ചു വന്നാ മതി. അറിയാതെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ അടിച്ചത്. അടിച്ചപ്പോ പറയുന്നു ക്രൂശിക്കാൻ. ഇന്ന് രാപകൽ ഇവിടെ നിന്നുകൊണ്ട് ആ പീലാത്തോസിനോട് എനിക്കൊരു മെസ്സേജ് പറയാനുണ്ട്. പീലാത്തോസേ, അറിയാതെയാണ് താൻ എൻ്റെ അപ്പനെ അടിച്ചതെന്ന് താങ്കൾക്ക് തോന്നിയാൽ ഒരു തിരുവഴുത്തിന്റെ പ്രയോഗം കിടപ്പുണ്ട്. അവന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വരും. നിനക്ക് തോന്നി അടിച്ചതല്ല, ആള് മാറി അടിച്ചതല്ല, സാഹചര്യം മാറി അടിച്ചതല്ല. അവന്റെ അടിപ്പിണരുക്കകത്ത് അവൻ സൗഖ്യം തരുമെന്ന് തിരുവചനം എഴുതി വെച്ചത് കൊണ്ട് ഞങ്ങളുടെ അരുമനാഥൻ കൊണ്ടാടി. അവൻ ഏറ്റടി ഉണ്ടല്ലോ എനിക്കും നിനക്കും സൗഖ്യത്തിന് കാരണമായി. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമൊക്കെ തിരിച്ചറിയ, ഇതിന് നടുവിൽ ആഘാതനായ, ഇതിന് നടുവിൽ ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
സൗഖ്യമേറ്റെടുക്കണം. ഈ പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറാവ്യാധികൾ ഈ പകൽ സൗഖ്യമാകും. ചില മുഴകൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അപ്രത്യക്ഷമാകും. നിന്നെ അലട്ടുന്ന ഏത് രോഗശക്തിയാണോ ആ രോഗങ്ങൾ നിന്നെ വിട്ടോ ഈ പകൽ വിട്ടുമാറുമെന്ന് വിശ്വസിക്കുന്നവ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വാക്കുകൂടി ഒന്ന് കേറ്റി പറഞ്ഞോട്ടെ. യേശു കർത്താവ് യഥാർത്ഥത്തിൽ വേദന സഹിച്ചത് ഗൊൽഗോത്തയിൽ എന്നല്ലേ നമ്മുടെ ചിന്ത. അല്ല കേട്ടോ, തെറ്റിദ്ധാരണയല്ല, വചനവിരുദ്ധമല്ല. യേശു തമ്പുരാൻ യഥാർത്ഥത്തിൽ വേദന സഹിച്ചത് ഗൊൽഗോത്തയുടെ മലയിലല്ല, ഗെത്സമനയുടെ തോട്ടത്തിലാണ്. ആമേൻ. തെളിവ് ഞാൻ തരാം. ഗൊൽഗോത്ത മലയിൽ കിടന്ന യേശുവിന്റെ വിലാപ്പുറം കുത്തിയപ്പോഴല്ലേ രക്തവും വെള്ളവും വന്നത്, അല്ലേ? എന്നാൽ കുത്താതെ, ആമേൻ, കുന്തം കൊണ്ട് കുത്താതെ, വാളുകൊണ്ട് വെട്ടാതെ, ആമേൻ, ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന അരുമനാഥന്റെ ആമേൻ വിയർപ്പ് തുള്ളികൾ വലിയ രക്തത്തുള്ളികളായി നിലത്ത് വീണു. സംഭവം ഞാൻ പറയാം. ഇവിടുത്തെ മെഡിക്കൽ സയൻസ് പറയുന്നു, രോമകൂപത്തിലൂടെ രക്തങ്ങൾ ഒരു മനുഷ്യന്റെ വെളിയിൽ വരണമെങ്കിൽ അകത്തെ ഹൃദയധമനികൾക്ക് വിള്ളലുണ്ടാകണം. അകത്തെ ഹൃദയത്തിന്റെ പാശികൾ, അതിന്റെ പേശികൾ വിണ്ടുമാറണം. ഹൃദയം പൊട്ടാതെ രക്തം, ആമൻ, ഒരിക്കലും രോമകൂപത്തിലൂടെ വെളിയിൽ വരത്തില്ല. ഗെത്സമന തോട്ടത്തിൽ വെച്ച് അതിവേദന കൊണ്ട് അവന്റെ ഹൃദയം പൊട്ടി തകർന്നു. അവൻ രക്തം, അവൻ വിയർപ്പ് തുള്ളിക്കകത്തൊന്ന് വെളി വരുമ്പോൾ അറിയാതെ പ്രാർത്ഥിച്ചു പോയി, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചില സഹോദരന്മാരോട്, ചില സഹോദരിമാരോട് ആത്മാവ് ഇടപെട്ടൊരു ദൂത് പറയുക. ആ ഗെത്സമനയുടെ തോട്ടത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ, ഒരു വചനം പറയാം നിങ്ങളോട്. ആ ഗെത്സമന തോട്ടത്തിൽ യേശു ഒരു വിളി വിളിച്ചു. വാക്യം കേൾക്കണോ? എടുപ്പിക്കുന്നില്ല, സമയം പോകും. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവനോട് ഉറച്ച നിലവിളിയോടെ അവൻ അപേക്ഷിച്ചു. അവനെ അപേക്ഷിക്കുകയും അവന്റെ യാചന കേട്ട് ഉത്തരമരുളുകയും ചെയ്തു. ക്രൂശിൽ വെച്ചല്ല യേശു ഉത്തരത്തിന് വേണ്ടി കരഞ്ഞത്, ഗെത്സമന തോട്ടത്തിൽ വെച്ച പിതാവേ എന്ന് വിളിച്ച് കരഞ്ഞത്. എന്നാ സംഭവിച്ചെന്നറിയാമോ? ആ സെക്കൻഡിൽ യേശു മരിക്കുമെന്ന് കണ്ടപ്പോ പിതാവിന് മനസ്സിലായി, ക്രൂശിലൂടെയുള്ള ജയമാണ് ദൈവത്തിന് വേണ്ടത്. എന്റെ പുത്രൻ ഗെത്സമനയിൽ മരിക്കരുത്, എന്റെ പുത്രൻ ഗെത്സമനയിൽ വീഴരുത് എന്ന് മനസ്സിലാക്കിയ പിതാവാം ദൈവം തൽക്ഷണത്തിൽ സ്വർഗം പ്രകമ്പനം കൊള്ളുന്നത് പോലെ ഒരു ശബ്ദം ഉയർത്തി, എന്റെ ദൂതൻ ഇറങ്ങി ചെല്ലട്ടെ. ഗെത്സമനയിൽ ദൂതൻ ഇറങ്ങി. ആമ ഹൃദയം കലങ്ങി, ആമ ഹൃദയം പൊട്ടി നിൽക്കുന്ന യേശുവിനെ ബലപ്പെടുത്താൻ ആരുടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. ഒറ്റക്ക് തകർന്ന ഒരു ഗെത്സമന പോലുള്ള അനുഭവത്തിൽ നീ ഒറ്റപ്പെട്ടാലും നിന്നെ തളമ ശക്തീകരിക്കാൻ, നിന്നെ മാറോട് ചേർക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ ആരുമില്ലെങ്കിലോ, അവ ഏത് തോട്ടമാണെങ്കിലോ, ഏത് എണ്ണച്ചക്കിന്റെ തോട്ടമാണേലും അവിടെ ഇറങ്ങുന്ന ദൈവദൂതന്റെ സാന്നിധ്യം ഈ പകൽ ഇതിനകത്തുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം തട്ടി ദൈവത്തെ സ്തുതിച്ചേ. ഓ ജീസസ്, ഭാരപ്പെടരുത്, ഭാരപ്പെടരുത്. നീ ഒറ്റക്കാണെങ്കിലോ, നീ തനിച്ചാണെങ്കിലോ, നിന്റെ ഹൃദയം പൊട്ടുന്ന വേദനകൾ നിനക്കെതിരെ നേരിട്ടാലും, പ്രിയ ദൈവ പൈതലേ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ദൂതനെ ഇറക്കി നിന്നെ ശക്തീകരിക്കാൻ, നിന്നെ ബലപ്പെടുത്താൻ ഇതുപോലൊരു ദൈവം ഉലകത്തിൽ രണ്ടില്ല, ഒരു ദൈവമേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ധൈര്യപ്പെടും സഹോദരങ്ങളെ, ദൈവദാസിമാരെ ധൈര്യപ്പെട്, സഹോദരന്മാരെ ധൈര്യപ്പെട്. നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നത്, ആ ഗെത്സമന നീ ഒറ്റയ്ക്ക് വേദനപ്പെടുമ്പോൾ നീ വിചാരിക്കുന്നുണ്ട് എന്റെ വേദനയിൽ ആരുമില്ലെന്ന് വിചാരിക്കുമ്പോൾ ഇതാ സ്വർഗത്തുനിന്നൊരു ദൂതൻ ഇറങ്ങി വരുന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, അവനെ ശക്തിപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനെ പിതാവ് ഇറക്കി വിട്ടു. ചിലരെ ദൈവം ഈ പകൽ ശക്തിപ്പെടുത്താൻ പോകുക, ചിലരെ ശക്തിപ്പെടുത്താൻ പോകുക. ക്ഷീണത്തെ മാറ്റാൻ കരമടിച്ച് ദൈവത്തെ ആരാധിക്കുക. കുഞ്ഞുങ്ങളെ, ഈ കർത്താവിനെ മഹത്വപ്പെടുത്ത്. ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലോ, നീ ഒറ്റപ്പെട്ടാലോ, എല്ലാവരും നിന്നെ ഇട്ടിട്ട് പോയാലോ, എല്ലാവരും വെടക്കെന്ന് പറഞ്ഞാലോ, നിന്റെ കൂടെ നിൽക്കാൻ, നിന്നെ ശക്തീകരിക്കാൻ ദൈവദൂതന്മാർ ഇറക്കാൻ എന്റെ ദൈവം ഇന്ന് ജീവനോടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ആമേൻ. ഹല്ലേലൂയ. പത്രോസും യോഹന്നാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കല്ലേറ് ദൂരത്ത് മാറി നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കല്ലേറ് ദൂരത്ത് നിന്ന് പേര് ചൊല്ലി വിളിച്ച് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ പലരും ഉറങ്ങിക്കിടക്കുക. കൂർക്കമ്പലിയുടെ ശബ്ദം യേശുവിന് കല്ല് കേൾക്കാമായിരുന്നു. കല്ലിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന യേശുവിന് കേൾക്കാമായിരുന്നു നമ്മുടെ ശീമോന്റെ കൂർക്കമ്പലി. ചെന്നിട്ട് യേശു തട്ടിയിട്ട് ചോദിച്ചു, ശീമോനെ, ആമേൻ, നീ ഉറങ്ങുന്നുവോ? അല്പസമയം എന്നോടുകൂടെ ഒന്ന് ഉണർന്നിരുന്നുകൂടെ? ആമേൻ. എന്നിട്ട് യേശു വീണ്ടും പ്രാർത്ഥിച്ചു, അതിവേദനയോടെ പ്രാർത്ഥിച്ചു. മടങ്ങി വന്നപ്പോൾ വീണ്ടും ഉറങ്ങുന്നു. തട്ടിയിട്ട് യേശു പറഞ്ഞു, ഇനി എഴുന്നേൽക്കേണ്ട, സുഖമായി ഉറങ്ങിക്കൊള്ളുക. മനുഷ്യപുത്രനെ ഇതാ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്ന സമയം അടുത്തു വന്നിരിക്കുന്നു. സന്തോഷമാണോ നിങ്ങൾക്ക്? ഇന്ന് രാത്രി ഈ പകൽ ഈ തിരുവചനം ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ അകത്ത് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ പീലാത്തോസെ അറിയാതെ നീ അടിച്ചത്, പക്ഷേ സൗഖ്യത്തോടെ ഇന്ന് നിൽക്കുന്നതിന് കാര്യം ആ ഒറ്റ അടിയാ. എല്ലാവരും ആ തലയിലോട്ട് കൈവച്ചിട്ട് ഇങ്ങനെ പറ, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നെന്ന് പറ. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ അടികൊണ്ടത് അത്രയും ഞാൻ സൗഖ്യമായത്. അവൻ അടിയേറ്റത് കൊണ്ട് അത്രയും ഞാൻ സൗഖ്യമായത്. അവൻ അടിയേറ്റതായി എനിക്ക് വിടുതൽ ഉണ്ടായത്. എൻ്റെ ക്യാൻസർ മാറിയത്, എൻ്റെ ട്യൂമറുകൾ മാറിയത്, എൻ്റെ നിന്ദകൾ മാറിയത്, എൻ്റെ കഷ്ടതകൾ മാറിയത്, എൻ്റെ വേദനകൾ മാറിയത്, എൻ്റെ സ്tomach പെയിൻ മാറിയത്, എൻ്റെ അസ്ഥി രോഗങ്ങൾ മാറിയത്, എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല രോഗത്തിന്റെ കെട്ടുകൾ അഴിയാൻ കാരണം എന്താണെന്നറിയാമോ? യേശു ഏറ്റ അടിയാണ്. വിശ്വസിക്കുന്നവരാമേൻ പറ. ചില രോഗബന്ധങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറുന്നു. ചില രോഗശക്തികൾ ഈ പകൽ അഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ അനുഭവിച്ച വേദന ഇന്ന് പകൽ ഈ കൈയടിച്ച് ആരാധിക്കുമ്പോൾ ഒന്ന് ഓർക്കണം കേട്ടോ സഹോദരങ്ങളെ. അവനെ വലിച്ചു പൊക്കി കൊണ്ടുവന്ന് ആമേൻ കൽത്തളത്തിലിട്ടടിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വലിച്ചും ഇഴച്ചും ചുരുട്ടിയും തിരിച്ചും ഒക്കെ അടിച്ചിട്ട് ഒരുത്തം കൊണ്ടുവന്നൊരു കാര്യം ചെയ്ത് കേൾക്കണോ നിങ്ങൾക്ക്? 6 ഇഞ്ച് നീളമുള്ള ഏറ്റവും വലിയ മുള്ളുണ്ടല്ലോ, 6 ഇഞ്ച് നീളം ആ മുള്ളിന്. ആ മുള്ളു കൊണ്ട് ആമേൻ ഒരു കിരീടം മെടഞ്ഞ് തലയിലോട്ട് വെച്ചിട്ട് ഒരുത്തനൊരു കോല് കൊണ്ടുവന്ന് അടിച്ചങ്ങിറക്കി. തലച്ചോറ് ഭേദിച്ച് മുള്ള് അകത്തോട്ടിറങ്ങുമ്പോൾ തലകറക്കമില്ല, അവൻ ചുരച്ചിയില്ല, അവന്റെ കാലുകൾ പിഴച്ചു പോയിട്ടില്ല. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ തലക്ക് ഒരു അടിയേറ്റാൽ ഒരു സ്റ്റെപ്പ് നമുക്ക് വെക്കാൻ പറ്റുമോ? തല മുഴുവൻ ചുറ്റി വെച്ചാൽ അവൻ ഈ 2 വള്ളികൾ ചേർത്ത് മുട്ടിയാൽ, ഏതൊരു ബുക്കിനകത്ത് വായിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്, ആ 2 വള്ളികൾ ചേർത്ത് ചുറ്റിയപ്പോൾ ഏകദേശം 19-ലധികം മുള്ളുകൾ 2 വള്ളിക്കകത്തുണ്ട്. ഈ 19-ലധികം മുള്ളുകളാ ആർന്ന് ശമ തിരസിൽ കയറിയത്. എന്നിട്ടും സ്റ്റെപ്പ് വെച്ച് അവൻ മുന്നോട്ട് നീങ്ങുമ്പോൾ എന്നോടും നിന്നോടൊരു ദൂത് പറയാനുണ്ട്. കുഞ്ഞെ, നിന്റെ രക്ഷ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റെപ്പ് വെക്കുന്നത്. നിന്റെ ഒറ്റ രക്ഷ കണ്ടുകൊണ്ട് ഞാൻ ഈ ചുവട് വെക്കുന്നത്. നിന്നെ രക്ഷിക്കാനാ, നിനക്ക് നിത്യജീവൻ തരാനാ, നിന്നെ മാറോട് ചേർക്കാനാ, നിന്നെ നരകത്തിലേക്ക് വിടാതെ നിന്നെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കാനോ ഞാൻ ഈ വേദന സഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച മക്കളെ, അവൻ യേശുവിനെ കൊണ്ടുപോയി ക്രൂശിച്ച ആ മലയുടെ പേര് തലയോടിടം. എന്താണ്? തലയോട്ടിയുടെ ദൂരത്തു നിന്ന് നോക്കിയാൽ 2 തലയോട്ടി കമത്തി വെച്ചിരിക്കുന്ന രൂപത്തിലുള്ള മലയുടെ പേരാണ് തലയോടിടം. തലയോട്ടി വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കും. അതിൻ്റെ മണ്ടേ 3 കുഴി വെട്ടിയെടുത്തു. മണ്ണിലല്ല കേട്ടോ, പാറയിലെ കുഴി വെട്ടിയെടുത്തു. ഒരു കുരിശ് 60, 65, 70 കിലോ വെയിറ്റ് താങ്ങി നിന്നാൽ കുരിശ് ചരിയാത്ത രീതിയിൽ കുഴി പാറക്കകത്ത് വെട്ടി. എന്നിട്ട് താഴെയിട്ട് യേശുവിനെ കിടത്തി കൈ 2 വലിച്ചാണിയടിച്ച് കാല് ഒന്നിന്റെ പുറത്ത് കയറ്റിവെച്ച് ആണിയടിച്ചിട്ട് മറിച്ചിട്ട് ആണി മടക്കി. എന്നിട്ട് 3-4 ദൃഢഗാത്രന്മാർ പിടിച്ച് ഈ കുരിശ് പൊക്കി ഈ വെട്ടിയെടുത്ത കുഴിയുടെ അകത്തോട്ട് ഇട്ടപ്പോ ഈ കുരിശ് ഒരു പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയട്ട ഉറച്ചത്. ഈ ആട്ടത്തിൽ സംഭവിച്ചത് കേൾക്കണോ നിങ്ങൾക്ക്? യേശുവിന്റെ അസ്ഥിയുടെ എല്ലാ ബന്ധവും വിട്ടുപോയി. അവന്റെ അസ്ഥി ഒന്നും എന്ത് ചെയ്തില്ല, ഒടിഞ്ഞില്ല. പക്ഷെ അസ്ഥിയുടെ ബന്ധം വിട്ടുപോയി. ജോയിൻസ് എല്ലാം വിട്ട്
തൂങ്ങിക്കിടന്നു. അറവുശാല കിടക്കുന്ന മാടിനെ തൂക്കിയിട്ടതുപോലെ അവൻ തൂക്കിയിട്ടിരിക്കുന്ന കർത്താവിനെ നോക്കിയിട്ട് ഇന്ന് പകൽ ആരാധിക്കാതിരിക്കാൻ നിനക്ക് പറ്റുമോ? കൈയടിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞിട്ട് വേണോ ഈ യേശുവിനെ ആരാധിക്കാൻ? ഞങ്ങൾ പറഞ്ഞിട്ട് വേണോ ഈ തമ്പുരാനെ സ്തുതിക്കാൻ? ദൈവമഹിതലേ, അവൻ ഈ പകൽ വേളയിൽ അവൻ എനിക്കും നിനക്കും വേണ്ടി അനുഭവിച്ച ആ വേദനയോർത്ത്, എനിക്ക് നിനക്കും വേണ്ടി സഹിച്ച കഷ്ടതയോർത്ത് ഈ പ്രഭാതം ദൈവത്തെ രണ്ട് കരമടിച്ചൊന്ന് ആരാധിച്ച് ഉടൽ പൗഡിബി ഹന്തൽ കടകൽച്ചന അതുനാരബന്ധലാദല ഹൽക്കന കടകൽച്ചനം ദുരാരബന്ധല റീബൽ പൗഡമന ഹത്തൽ കടകൽച്ചനാദന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നിട്ടും കൊണ്ടുപോയി ക്രൂശിച്ചു. എല്ലാം കഴിഞ്ഞിട്ടും, മരിച്ചു എന്ന് തോന്നിയിട്ടും ആ ശരീരത്തെ വെറുതെ വിട്ടോ? ഇടവും വലവും കിടന്നവർ മരിച്ചില്ലെന്ന് കണ്ടപ്പോ കണങ്കാലടിച്ച് തകർത്തു. എന്റെ അപ്പൻ മുന്നമേ മരിച്ചെന്ന് കണ്ടിട്ടും ഒരുത്തന് കലി തീർന്നില്ല. അവന് ഉറപ്പ് വരുത്തണം. ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ പോയി സൈൻ ചെയ്യണം. എന്ത്? മരണമൊഴി നേരിൽ കണ്ടെന്ന് സൈൻ ചെയ്യണം. അവനാ സൈൻ ചെയ്യണ്ട. അവൻ സൈൻ ചെയ്യാൻ വേണ്ടി എന്താണെന്ന് അറിയാമോ? സാറേ, അവനും മരിച്ചു. വെറുതെ പറ്റില്ല. എനിക്ക് ഹേരോദാവിന്റെ അടുത്ത് പോയി, പീലാത്തോസിന്റെ അടുത്ത് പോയി ഒപ്പ് വെക്കണമെങ്കിൽ അവൻ മരിച്ചെന്നും ജീവൻ ഒട്ടുമില്ലെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. കുത്തടാന്ന് പറഞ്ഞു. വിലാപ്പുറം നോക്കി ഒറ്റ കൂത്ത്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് വാർന്നൊഴുകുന്ന ആ രക്തവും വെള്ളവും വാർന്നൊഴുകുന്ന ആ ശരീരത്തിനകത്തെ ബൈബിളിലൊരു വാക്യമുണ്ട്, ഓട്ട് കഷ്ണം പോലെയായെന്ന്. എന്തായി? ഓട്ട് കഷ്ണം വെയിലത്തിട്ട് ഉണക്കിയാൽ ആ വെയിലത്ത് കിടന്ന് ഉണങ്ങിയ ഓട്ട് കഷ്ണം വെള്ളത്തിലിട്ട നൊരു വരും, കണ്ടിട്ടില്ലേ? അതുപോലെ ആയെന്ന് അവന്റെ ശരീരം. ഒരു തുള്ളിയില്ല. എന്നിട്ടും അവന്റെ കലിതീർ താഞ്ഞുകുത്തി. അവിടെ നിന്ന് രക്തവും വെള്ളവും പുറത്തോട്ട് ചാടിയപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ, കൊണ്ടുപോവാ, പേപ്പർ കൊണ്ടുപോവാ. സൈൻ ചെയ്തു. മരണം ഉറപ്പാക്കി. ഒരു സ്വതന്ത്രം പറ. സംഭവം തീർന്നില്ല, സംഭവം തുടങ്ങിയ. അവൻ സിഗ്നേച്ചർ വെച്ച പേന താഴത്ത് വെച്ചപ്പോ അവൻ കാല് ചവിട്ട് നിൽക്കുന്ന പാറ പിളർക്കാൻ തുടങ്ങി. ഭൂതം മനസ്സിലായോ നിനക്ക്? അവൻ കാല് ചവിട്ട് നിൽക്കുന്ന പാറ പിളർക്കാൻ തുടങ്ങി. പ്രേതാലയങ്ങൾ തുറക്കപ്പെടാൻ തുടങ്ങി. ദുർഭൂതങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങി. ഈ പകൽ എനിക്കറിയത്തില്ല, ആത്മാവിനെ ആരാധിക്കേണ്ടവർ ആത്മാവിൽ ആരാധിച്ചോ. എന്റെ യേശുവിന്റെ മരണത്തിങ്കൽ ദുർഭൂതങ്ങൾ ഇളകി മാറിയെങ്കിൽ, പാറകൾ പിളർന്നെങ്കിൽ, പൈസ മണ്ഡലങ്ങൾ എന്നേക്കുമായി നിലവിളിച്ചെങ്കിൽ, ഈ പകൽ അവന്റെ കഷ്ടതയോടൊക്കുന്ന ഒരു കഷ്ടതയും ഉലകത്തിൽ വേറെയില്ല. ഈ ദൈവജനം ഈ പകൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേൽ ഒരു അസാധാരണമായ ദൈവശക്തി ഈ പകൽ എന്റെ ദൈവം ചെയ്യും. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി എന്റെ ദൈവം ഇന്ന് പകൽ ചെയ്യും. ഇത് അവന്റെ ക്രൂസിന്റെ ശക്തിയാണ്, അവന്റെ ക്രൂസിന്റെ വിജയമാണ്. അവൻ ക്രൂസിൽ മരിച്ച, ക്രൂസിൽ എനിക്ക് വേണ്ടി യാഗമായ, ക്രൂസിൽ എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നവനായ കർത്താവായ യേശുവിനെ അവൻ ആരാധിക്കുന്ന പകലത്രേ. Hallelujah. Praise the Lord. സന്തോഷമുണ്ടെങ്കിൽ ഒരു ആമേൻ പറയാമോ? ഞാൻ 1-2 ദൂതുകൾ ഒന്ന് പറഞ്ഞോട്ടെ. പ്രേതാലയങ്ങൾ അവന്റെ മരണത്തിൽ പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. അതിന്റെ അർത്ഥം ദുരാത്മ മണ്ഡലങ്ങളുടെ മേൽ കർത്താവിന് അധികാരം ഏറ്റെടുത്തു. പാറകൾ, ആമേൻ, ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ മേൽ കർത്താവ് അധികാരം ഏറ്റെടുത്തു. ആലയത്തിന്റെ തിരശീല നടുവേ കീറിപ്പോയി പാരമ്പര്യത്തിന്റെ നടിച്ചുവരോ എന്ന ദൈവം ഇടിച്ചു കളഞ്ഞു. പാരമ്പര്യം പറയുന്നവനില്ല. പാരമ്പര്യത്തിന്റെ ശക്തിയെ എന്റെ തമ്പുരാൻ തകർത്തു മാറ്റി. പാരമ്പര്യത്തിന്റെ അതിർവരമ്പുകൾ എന്റെ ദൈവം ഉടച്ചു കളഞ്ഞു. പാരമ്പര്യം പറയാനില്ല, പാരമ്പര്യം ഒന്നും ചെയ്യാനില്ല. പാരമ്പര്യത്തിന്റെ തിരശീലകള് എന്റെ ദൈവം 2ആയി കീറി മാറ്റി.
സ്തോത്രം. 2.5 ഇഞ്ച് ഇഷ്ടികയുടെ കനമാണ്. 2.5 ഇഞ്ച് ഇഷ്ടികയുടെ കനമാ തിരശീലയുടെ കനം. ചുവപ്പ് നൂൽ, പഞ്ഞുനൂൽ, വെള്ളനൂൽ ഇതൊക്കെ വെച്ച് നെയ്ത് യെരൂശലേം ദേവാലയത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന തിരശീലയുടെ കനം ഒരു ഇഷ്ടികയുടെ കനമാ. 1000 ദൃഢഗാത്രന്മാർ കൈകൊണ്ട് വലിച്ച കീറത്തില്ലെന്നാ പറയുന്നത്. അത്ര കട്ടിയായ തിരശീല കൈ തൊടാതെ താഴോട്ട് മേലെ 2 കീറി പോയി. സ്വത്രം പറഞ്ഞേ. മനുഷ്യൻ നിനക്ക് മുമ്പിലിട്ട അതിർ വരമ്പുകൾ ദൈവം പൊളിക്കും. പൊളിക്കും ദൈവം, പൊളിക്കും ദൈവം. മനുഷ്യൻ നിന്റെ മുമ്പിലിട്ട അതിർ വരമ്പുകൾ ദൈവം പൊളിച്ചു മാറ്റും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ കഷ്ടത എത്ര പറഞ്ഞാലും തീരത്തില്ല. സന്തോഷമാണോ നിങ്ങൾക്ക്? യേശുവിനെ, ഞാൻ പറയുന്ന പദം നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ എടുക്കരുത്. യേശുവിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ, ഏത് കാര്യത്തിൽ? കഷ്ടങ്ങളുടെ കാര്യത്തിൽ. അതാ പറയുന്നത്. യേശുവിനെ മാറ്റി നിർത്തിയെന്നല്ല ഞാൻ പറയുന്നത്. കഷ്ടതയുള്ള ബന്ധത്തിൽ യേശു അപ്പച്ചനെ മാറ്റി നിർത്തിയാൽ ബൈബിൾ പഠിപ്പിക്കുന്ന കഷ്ടം അനുഭവിച്ചൊരു മനുഷ്യനാണ് ആര്? അവനോളം കഷ്ടം സഹിച്ചൊരു മനുഷ്യൻ വേറെയില്ല. പക്ഷെ ഇന്ന് ഞാനും നിങ്ങളും അറിയേണ്ടത്, ക്രൂശിൽ കഷ്ടം അനുഭവിച്ച കർത്താവ് കഷ്ടത കഴിഞ്ഞപ്പോൾ ഒരു മണവാട്ടി സഭ പുറത്തു വന്നു. അല്ലേ? ശരിയല്ലേ? ഒരു കന്യകയായ സഭ പുറത്തു വന്നു. ഇനി നിങ്ങൾ എന്നോടൊപ്പം വാ. യോബിന്റെ കഷ്ടത എന്താന്ന് ഞാൻ ഒറ്റ വാക്ക് പറയാം. വെറുതെ മര്യാദക്ക് ജീവിച്ചവനാ. അവന്റെ നെറുകേട്ട് തോണ്ടാൻ ചെന്നു ആര്? ചിലത് പറയുന്നതേ, ഞാൻ ഇത്രയും ഭക്തിയോടെ ജീവിച്ചിട്ടും എന്നോട്ട് തോണ്ടാൻ വരുന്ന എന്നാ? നിന്നോടെ തോണ്ടു. വല്ലവഴിയും ജീവിക്കുന്നവനെ തോണ്ടാൻ പിശാചിന് എന്ന കാര്യം? അവനെ തോണ്ടാൻ ചെല്ലത്തില്ല. നീതിയോടെ നിൽക്കുന്നവനെ ആ പിശാചിനെ തോണ്ടേണ്ട. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഒരു ദിവസമേ ദൈവദൂതന്മാരെല്ലാം ദൈവസന്നിധി നിൽക്കാൻ വേണ്ടി ചെന്നപ്പോ ആരും ചെന്നു? സാത്താനും ചെന്നു. സാത്താൻ കയറി ചെല്ലുമ്പോഴേ കർത്താവ് ചോദിച്ചു, എവിടെന്ന് വരുന്നു? ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാ പറഞ്ഞെന്ന് പറഞ്ഞേ. വായിച്ച മോനെ. നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ എവിടെ നിന്ന് വരുന്നു? ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട്. ഇവന്റെ പരിപാടി എന്നാ? വിസിറ്റിംഗ്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്നാ? അടുത്തിരിക്കുന്ന ആളോട് ഏറ്റവും അവന് ഇഷ്ടം വിസിറ്റിംഗ് ആണെന്ന് പറ. രാത്രി 9 മണിയായാലും ഫോട്ടോജിയിലെ ചില ആളുകൾ വീട്ടിൽ കയറില്ല. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ പുള്ളിയുടെ ചിറ്റപ്പൻ്റെ മക്കളും കൊച്ചപ്പൻ്റെ മക്കളും ഒക്കെ ആയിരിക്കാം. എന്തെങ്കിലും ഒരു റിലേഷൻ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? കാണും. ഉടാടി സഞ്ചരിക്കുക, സമയത്ത് കയറത്തില്ല. പക്ഷേ ദൈവം ചോദിച്ചു, എന്താ നീ എവിടുന്നാ വരുന്നേ? ഞാൻ ഭൂമിയിൽ. അടുത്ത വാക്യം. ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്ന ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ഉടനെ കർത്താവ് ചോദിക്കുക, എന്റെ ദാസനായ യോബിന്മേൽ. ദൈവമക്കളെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അറിവിന് വേണ്ടി, മെസ്സേജിനകത്തൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാ. എത്ര വൻകരയുണ്ടെന്നാ പറയുന്നത്? 5 വൻകരയെന്ന് ആദ്യം പറഞ്ഞു, ഇപ്പൊ അത് കൂടുതലായി അല്ലേ? ഈ 7 വൻകര ചുറ്റിക്കറങ്ങി പിശാച് അവിടെ ചെന്ന് എത്ര കോടി ജനം കാണും? 700 800 കോട്ട് 10 കൂട്ടിയിട്ടോ? 1000 കോടി ഉണ്ടെന്നിരിക്കട്ടെ. കർത്താവിനടുത്ത് ചെന്നപ്പോൾ കർത്താവ് ചോദിച്ചു, എൻ്റെ ദാസനായ യോബിന്റെ മേൽ 1000 കോടിയിൽ ദൈവത്തിനടുത്ത് ചോദിക്കാൻ ഈ പുള്ളിയേ ഉള്ളൂ. ദൂത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം, ഭൂരിപക്ഷത്തെ അല്ല ദൈവം നോക്കുന്നത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ന്യൂനപക്ഷത്തെയാണ് ദൈവം നോക്കുന്നത്. അത് മനസ്സിലാക്കി ഒരു അല്ലലിയോ പറഞ്ഞ നല്ലതാ.
ഭൂരിപക്ഷം 1000 കോടിയുമേലല്ല ദൈവത്തിന്റെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും യഹോവയുടെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ദൈവത്തിന് വചനം പറയുന്നെങ്കിൽ ദൈവം നോക്കുന്നത് ആരെയാണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി മാറാതെ നിൽക്കുന്ന ഒരു ഭക്തന്റെ മേല ദൈവത്തിന്റെ കണ്ണ്. അവനെയാ ദൈവം നോക്കുന്നേ. ദൈവം ചോദിക്കുന്നു, എന്റെ ദാസനെ യോബിന്റെ മേൽ നീ എന്ത് ചെയ്തോ? ദൃഷ്ടി വെച്ചു പോകും. നീ ദൃഷ്ടി വെച്ച് നോക്കിയോ എന്നാ ചോദിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ സന്തോഷിക്കാൻ ഒരു വകുപ്പുണ്ട്. ദൈവത്തെ സേവിക്കുന്ന ഭക്തനെ പിശാച് നോക്കുന്നത് പോലും നമ്മുടെ അപ്പന് ഇഷ്ടമല്ലെന്ന്.